ഓണപ്പായസം ഉണ്ടാക്കാനായിട്ട് ഇതാ നമ്മൾ തയ്യാറായി കഴിഞ്ഞു. അതെ. എങ്ങനെ എന്താ ചേച്ചി ദീപൻ എന്താ ഉണ്ടാക്കുന്നത്? ചക്ക വരട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ചക്കപ്രഥമൻ. ചക്കപ്രഥമൻ ഓ, ഞങ്ങളെ കണ്ടില്ല, ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ചക്കപ്രഥമൻ. ചക്കപ്രഥമൻ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. കിച്ചൺ മാജിക്കിന്റെ എല്ലാ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ചക്കപ്രഥമൻ സഹായിക്കും. ശരിയാ. സാധാരണ നമ്മൾ പ്രഥമൻ എന്നൊക്കെ പറയുമ്പോ എല്ലാവരും ഈ കടല, അട, പിന്നെ നമ്മുടെ സേമിയ അതൊക്കെയാ പെട്ടെന്ന് മനസ്സിൽ വരിക. ചക്ക കൊണ്ടാകുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി ഉണ്ട്. ഞാൻ ഈ ചക്ക കിട്ടിയ സമയത്ത് കുറച്ചെടുത്ത് വരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിക്കാം. ആദ്യം നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു. പാത്രം വെക്കുക, അതെടുത്ത് മാറ്റുക, എന്നിട്ട് ഇത് അതെടുത്ത് പൊക്കി വെക്കുക. പൊക്കി വെക്കണം. ആരെ പൊക്കി അല്ല, വെക്കണം? ഇത് കൈലി ഇതെന്താ? എന്നിട്ട് ഇച്ചിരി നെയ്യ് ഒഴിക്കുക. നമ്മുടെ മിൽമയുടെ നെയ്യാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളതും അത് ഓർഗാനിക് ആയിട്ടുള്ള നെയ്യാണ് നമ്മുടെ മിൽമയുടെ നെയ്യ്. ഒരു സ്പൂൺ മതിയോ? 2 സ്പൂൺ. നമ്മുടെ മിൽമയുടെ നെയ്യ്. അളവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒന്നുകൂടെ ഒഴിച്ചോ. നമുക്ക് ചക്ക ഒന്നുകൂടെ നെയ്യിൽ ശുദ്ധമായ നെയ്യല്ലേ? ഞാനെല്ലാം പറഞ്ഞു കൊടുത്തായിരുന്നു നേരത്തെ, അതാണ് കൃത്യമായിട്ട് പറയുന്നത്. ആ ചക്ക വരട്ടി ഇതിലോട്ട് പതുക്കെയാണ് എടുത്ത് പടവന്നിട്ട് എന്റെ മുഖത്തോട്ട് തരും. പയ്യെ പയ്യെ അതിലോട്ട് പ്ലേറ്റ് ഇട്ടുള്ളല്ലേ? വെരി ഗുഡ്. നല്ല കരിഞ്ഞ മണം. ഈ വരിക്കച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഇതല്ലേ നല്ല ജോലിയാ. ഇതാണ് ജോലി. വരട്ടി എടുക്കുന്നതാണ് ജോലി. അമ്മ പണ്ട് ചെയ്യുമായിരുന്നു. സമയം എടുക്കും. ഞങ്ങൾ പണ്ടിങ്ങനെ വീട്ടിൽ അമ്മ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു കുപ്പിക്കകത്താക്കി വെച്ച് കുറേ നാളിരിക്കും. അതെ. അല്ല, എങ്ങനെ വരട്ടുക? ശർക്കര ഉരുക്കി അരിച്ച് ചക്ക നെയ്യിൽ നല്ല വരട്ടണം. മാത്രമല്ല ഇത് ഇത്ര ആക്കി എടുക്കണ്ടേ? കണ്ടില്ലേ ഇങ്ങനെ കട്ടിയായി. ചക്ക അട ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാം. ചക്ക അട ഉണ്ടാക്കാം. ഇതിലേക്ക് ഈ 2ാം പാൽ ഒഴിക്കണം. ലൂസായി വരണം അല്ലേ? ലൂസായി വരണം. മതി. ഇനി ഇത് ചൂട് കയറുമ്പോഴത്തേക്ക് അത് ലൂസാവും. ഞാൻ ഈ പായസവും ഓണമൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ഓർക്കുകയായിരുന്നേ, എന്റെ ജീവിതത്തിന്റെ ഒരു വലിയ വഴിത്തിരിവിൽ ഒരു ഭാഗം ഓണമാണ് കേട്ടോ. അയ്യോ, എന്താ? ഞാൻ ഈ അഭിനയത്തിലേക്ക് വരുന്നത് ഫസ്റ്റ് എൻ്റെ ഷൂട്ട് എന്ന് പറയുന്ന കാവാലം നാരായണ പണിക്കർ സാർ പുനർജനി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിലൂടെയാണ് ഞാൻ അഭിനയത്തിലേക്ക് വരുന്നത്. അത് ഓണത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. എന്നുവെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ റോഡിൽ തെരുവിലിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കൊണ്ടുവന്ന് ഈ ഓണപ്പുടവ തരുന്നതാണ് അതിൻ്റെ തീം ഷോർട്ട് ഫിലിം. കാവലം സാറിൻ്റെ ആ ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത്. എത്ര വയസ്സുണ്ടാവും? വയസ്സ് പറയാൻ പറ്റില്ല. നല്ല പ്രായമുണ്ട്. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നല്ല ഓർമ്മകളിലേക്ക് അറിയാതെ ഇങ്ങനെ ഒഴുകി പോകുമ്പോ അതിനിടയിൽ പാറക്കല്ലായിട്ട് പ്രായം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് പറയും? അത് പറയും. 48. MBBS പഠിക്കുന്ന മോളുള്ള ആളാ. മോൾ MBBS ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പ്രായമാവണമെന്നൊന്നുമില്ല. ഏകദേശം അത് നാദർക്ക് അറിയില്ലേ? നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ആരോഗ്യം ചോദിച്ചിരിക്കുകയാണ്, മോളെന്ത് ചെയ്യുന്നു? മോളുടെ കല്യാണം കഴിഞ്ഞു. ഇത്രയും വലിയ മോളോ? ഒന്നും അറിയാത്ത പ്രായത്തിൽ നിങ്ങളിത് കണ്ടോ? ആ തേങ്ങാപ്പാലിന്റെ കളർ മാറി വരുന്ന നിങ്ങൾ ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചോ? കണ്ട കളർ മാറി വരുന്നില്ലേ? ഒരു പച്ച കളറായിട്ടുണ്ട്. പച്ചയോ? അവൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉള്ളത് പക്ഷെ മഞ്ഞെന്ന് പറയാൻ പറ്റും. ഇത് മഞ്ഞല്ല, ഒരു സത്യം പറയല്ലേ, വിഷ്ണു നാദന വേറെ ഏതോ ലോകത്താ. അവര് വരുന്നു ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തു. പേരും കൂടെ ഉള്ളു ഇനി വേറെ ലോകത്താന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാം. ഈ സമയത്ത് നമുക്ക് അടുത്ത് കിസ്മിസ് ഒന്ന് നെയ്യിൽ വരട്ടിയെടുക്കാം. പായസത്തിന്റെ അവസ്ഥ ഏകദേശം കുറുകി വന്നു. കണ്ടില്ലേ? നല്ല സൈഡിൽ നിന്നൊക്കെ വിട്ട ചക്ക 2ാം പാലിൽ നല്ല മെൽറ്റായി ഒന്ന് കുറുകി. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ശർക്കര ചേർക്കണം. ഓൾറെഡി ഇത് നമ്മൾ വരട്ടിയതിലും മധുരം ശർക്കര ചേർത്തിട്ടാണ്. പക്ഷെ പായസം കുറച്ചുകൂടെ ആവശ്യത്തിന് ചേർത്താൽ മതി. ശർക്കര പൊടിച്ചോ? ശർക്കര പൊടിച്ചോ? മതിയാവും. നന്നായിട്ട് കിണ്ടണം. തമിഴ് ലാംഗ്വേജ് ആക്ച്വലി തമിഴിൽ പറയുന്നത് ഇളക്കണെന്നാണ് അവർ പറയുന്നത്. തമിഴിലോ? കുണ്ടണി എന്താ? കുണ്ടണി ഉപദ്രവിക്കുക. അതൊക്കെ പുറത്ത് പറഞ്ഞിട്ട് അടി കിട്ടും നമുക്ക്. കുണ്ടണി ചെയ്യാൻ നമ്മളിങ്ങനെ മാത്രമേ ഉള്ളൂ കുണ്ടണി എന്നൊക്കെ. പിള്ളേർ കുണ്ടണി കൂടുക. നിങ്ങൾ കമന്റ് ഇടൂ ഗൈസ്. ഇനി ഇച്ചിരി വർത്താനം പറയാതെ ഇച്ചിരി ഏലക്കാപ്പൊടി ഇതിലോട്ടിടൂ. വാരി ഇടരുത്, ഒരു നുള്ളു. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാൽ ഒഴിക്കണം. നല്ല കട്ടിപ്പാല്.
ഇതൊന്ന് ആ, മതി, നോക്കിയാ മതി, 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 മതി. അത്, മതി, മതി, മതി. ഇതിന്ന് ഒരു നുള്ളു കേട്ടോ. ഇതെന്താ ജിഞ്ചർ അല്ലേ? ചുക്കു, ചുക്കു, ചുക്കു. ഒന്നാം പാൽ ഒഴിച്ചു, നമ്മുടെ ഒഴിച്ചു, നമ്മുടെ പായസം കറക്റ്റ് ആയി. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. കിസ്മിസും correct ആയി, ആയി. ഓഫ് ചെയ്തു. ഇടട്ടെ? പായസം റെഡി. ഇനി അതങ്ങോട്ട് ഇട്ടോ. ഗ്യാസ് ഓഫ് ആക്കി അങ്ങനെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ വേദിയിൽ അതാ നമ്മുടെ ചക്കപ്രഥമൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആയി കഴിഞ്ഞു. സ്പൂൺ ഉണ്ടോ? എപ്പോഴും എടുത്തു. എപ്പോഴും എടുത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ യമുന ചേച്ചി വീട്ടിൽ നിന്ന് ചക്ക വരട്ടി കൊണ്ടുവന്ന് നമ്മളെ എനിക്ക് ഒരുപാട് ചക്ക പ്രഥമൻ ഉണ്ട് ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് അടിപൊളി കേട്ടോ. സീരിയസ്ലി Seriously? നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. പായസം കഴിക്കാനായിട്ട് നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞു. പായസം കുടിച്ചോണ്ടിരിക്കുകയാണ്, കഴിച്ചോണ്ടിരിക്കുന്നു. ചേട്ടാ ഇപ്പൊ പായസം വെച്ച യമുന ചേച്ചിക്ക് കുറച്ചുകൂടെ ഒന്ന് സന്തോഷം കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ഓണ സമ്മാനം കൊടുത്താലോ? ഉറപ്പായിട്ടും. അല്ല അപ്സര, അത് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർ എന്ത് പായസം ഓണത്തിന് വെച്ചെന്നുള്ളത് താഴെ കമന്റും കൂടി ചെയ്യാൻ പറ. കൂടെ ചെയ്യണം. ഇപ്പൊ വരാം. നല്ലല്ലേ? നന്നായിട്ടുണ്ട്. യമുനേച്ചിക്കും ദീപനും വേണ്ടിയിട്ട് ഹാപ്പി ഓണം. താങ്ക് യു. നാദര ആൻഡ് വിഷ്ണു. അമ്മച്ചി എത്തുന്നില്ല. ചായ പുറത്തല്ല. ഇത് നമ്മൾ ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കും കൂടി നമുക്ക് എല്ലാവരും കൂടി ഷെയർ ചെയ്യാം. മേടിച്ചോളൂ. വേണ്ടെന്ന് പറ. വേണ്ടെന്ന് പറ. അതെയോ? വേണ്ട. ഹാപ്പി ഓണം. Happy Onam!